രാം നാരായൺ റാം. നമസ്കാരം ഫാക്ടോറിയൽ. ഇന്ന് ധർമ്മത്തെക്കുറിച്ചാണ് ഈ പ്രത്യേക എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ആളുകൾ പറയുന്നു, ചിലർക്ക് ഹിന്ദു മതമാണെന്നോ ചിലർക്ക് മുസ്ലിം മതമാണെന്നോ മറ്റൊരാളിനുള്ളത് ക്രിസ്തു മതമാണെന്നോ. എന്നാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ ധർമ്മം അങ്ങനെ വിഭജിക്കാവുന്ന ഒന്നാണോ എന്ന്? ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലായിടത്തും മതത്തിൻ്റെ പേരിൽ പോരാട്ടമാണ്. ഓരോ വ്യക്തിയും താൻ്റെ മതത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ ചോദ്യം ഉയരുന്നുണ്ട്, നമുക്ക് മതത്തെ സംരക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മതം നമുക്ക് സംരക്ഷണമോ നൽകുന്നത്? ഇന്ന് സമൂഹത്തിൽ ചില വിഭാഗങ്ങൾ ഡിവൈഡ് ആൻഡ് റൂൾ നയത്തിലൂടെ നമ്മെ ഭരിക്കുമ്പോൾ നാം അതിനോട് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നാം അകത്തുനിന്ന് വളരെ ദുർബലരായിരിക്കുന്നു. ഇന്ന് മതത്തിൻ്റെ പേരിൽ ആളുകളെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. ഒരാൾ ക്ഷേത്രത്തിൽ പോയി ഇത്ര ലിറ്റർ പാൽ തൈച്ചൊരിയണമെന്നും അല്ലെങ്കിൽ പഞ്ചാമൃതം ഉപയോഗിച്ച് കുളിപ്പിക്കണമെന്നും. എന്നാൽ ശ്രീരാമനും ശിവനും സത്യമാണെന്ന് ധരിക്കുമ്പോൾ ദൈവം തന്നെ ഇത്രയേറെ പാൽ ഉപയോഗിച്ച് മൂർത്തികൾക്ക് അഭിഷേകം ചെയ്യണമെന്നോ പറഞ്ഞിട്ടുണ്ടോ? സമൂഹത്തിൻ്റെ അന്തരീക്ഷം അങ്ങനെ മാറിയിരിക്കുന്നു. ഒരു വശത്ത് ദരിദ്രരായ പല കുട്ടികൾക്കും കഴിക്കാൻ ഭക്ഷണം പോലും ലഭിക്കാത്തപ്പോൾ മറ്റൊരു വശത്ത് ക്ഷേത്രങ്ങളിൽ പാൽ, തൈ, നെയ്യ് എന്നിവയും പഞ്ചാമൃതവും ഒഴിച്ച് പാഴാക്കുന്നു. ഇതാണോ മതത്തിൻ്റെ അർത്ഥം? ഇത് ഏതൊരു മതവുമാകാൻ കഴിയില്ല. ഒരു കുട്ടി ഭക്ഷണത്തിനായി വലയുമ്പോൾ മറ്റൊരിടത്ത് പാൽ ഒഴുകി കളയുന്നത് മതമല്ല. ഇന്ന് എല്ലാ മേഖലകളിലും തുല്യതയുടെ അഭാവമാണ്. ഡിവൈഡ് ആൻഡ് റൂൾ നയത്തിൻ്റെ ഭാഗമായി ജാതിയുടെ പേരിൽ ആളുകളെ വിഭജിക്കുന്നു. സാധാരണമായി നമ്മുടെ വീടുകൾ ശുചിയാക്കുന്ന ആളും സർജനായി പ്രവർത്തിക്കുന്ന ഡോക്ടറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മുടെ വീട്ടിൽ ശുചീകരണമുള്ളവൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന് വിശ്രമിക്കുമ്പോൾ സമൂഹത്തിന് എന്തുകൊണ്ട് പ്രശ്നമുണ്ട്? ഒരു സർജൻ ശസ്ത്രക്രിയ പൂർത്തിയാക്കുമ്പോൾ കൈ കഴുകിയിട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ ശുചീകരണം പൂർത്തിയാക്കിയവനും കഴുകിയെത്തുമ്പോൾ എന്താണ് വ്യത്യാസം? ഇതാണ് ജാതി വിവേചനം. പേര് കൊണ്ട് ജാതി നിർവചിക്കുന്നത് അത് മതമാകാനാകില്ല. നമ്മളെല്ലാം ഒരേ രക്തവാഹിനികളാണ്. അതിനാൽ നമ്മൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണ്? ഇന്ന് ജാതിയുടെ പേരിൽ ആളുകൾ തമ്മിൽ പോരാടുമ്പോൾ സാധാരണ ജനങ്ങൾ സന്തുഷ്ടരാണോ? ഉത്തരം ഇല്ല. ആരോഗ്യമായ ജീവിതം നടപ്പിലാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയ നിരീക്ഷണം കൊണ്ടുവരുന്നു. രാജതന്ത്രത്തിൻ്റെ പകരം കുടുംബത്തിൻ്റെ അജണ്ട ആണ് നടക്കുന്നത്. ഇതിന് നാം മതത്തിൻ്റെ പേരിൽ മത്സരിക്കേണ്ടതില്ല. ദുർബലമല്ലാത്ത ഒരു മതം ആർക്കുമൊപ്പം ഇരുന്നാൽ അത് മലിനമാകില്ല. ഇതിനെ തിടുക്കം കൊണ്ട് അവസാനിപ്പിക്കാൻ നമുക്ക് മൗലികമായ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി നാം മനുഷ്യകാമിത്വത്തിൻ്റെ കൈപിടിക്കണം. രാം നാരായൺ റാമിൻ്റെ വഴി പിന്തുടർന്ന് സമൂഹത്തിൽ മോശമായ ചിന്തകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഒരു മനസ്സാന്ദ്രതയും പ്രകാശവും വിതരണം ചെയ്തുകൊണ്ട് രാം നാരായൺ റാമിൻ്റെ സഹകരണത്തിലൂടെ ആളുകളുടെ ജീവിതം വിജയകരമാകുകയാണ്. അവർ വിജയത്തിൻ്റെ പാതയിൽ തുടർച്ചയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.